അസ്സലാമു ഗൈസ്. അങ്ങനെ ഇന്നലെ എടുത്ത ചുരിദാറൊക്കെ ഇട്ട ചുരിദാർ നേരെ കാണിക്കും നോക്കട്ടെ. ഇട്ടിട്ടുള്ള ചുരിദാർ ഇങ്ങനെയാണ്. നല്ല രസമുണ്ട് അല്ലേ? ഓ അടിപൊളിയാണ്. അങ്ങനെ ഗൈസ് നമ്മൾ കൂടിയിരിക്കലിനെത്തി. ഇത് ആരെ കൂടിയിരിക്കലാ? നമ്മൾ ഖത്തറിന്ന് മീറ്റ് ചെയ്ത ഒരു ഫാമിലി ഉണ്ട്, സബ്സ്ക്രൈബറുമാണ്. നമ്മൾ അവിടുന്ന് മീറ്റ് ചെയ്തു. അപ്പോൾ അവർ നമ്മുടെ കുടിയിരിക്കലിന് ക്ഷണിച്ചു. അപ്പോൾ ഇത് തിരുവേഗപ്പുറയാണ്. എന്തായാലും ഹൗസ് വാമിങ്ങും വിശേഷങ്ങളും ഇന്നത്തെ ഒരു കൊച്ചു ഔട്ടിങ്ങൊക്കെ ആയിട്ട് കാണാം. അങ്ങനെ കുടിയിരിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുടിയിരിക്കൽ ഞങ്ങൾ കണ്ടില്ലല്ലോ ഒന്നും. നിങ്ങൾ മാത്രമല്ല, നമുക്ക് നേരെ കാണാൻ പറ്റില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അധികം പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആൾക്കാർ. നമ്മൾ ക്ഷണിച്ച ആൾക്കാർ നല്ല പരിചയമുണ്ട്, പക്ഷെ നമുക്ക് അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ നമുക്കതെന്തോ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ കുടിയിരിക്കലൊക്കെ നല്ല രീതിക്ക് കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് സിനുവിൻ്റെ വീട്ടിൽ തിരിച്ച് ഓളെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഗൈസ്, സിനുവിൻ്റെ ഫാമിലി പോയി അല്ലേ? അതേനെ കൊണ്ടുപോവാതെ പോയല്ലോ. ഇല്ല പോട്ടെ, ഓല് വരൂ. ഇല്ല ഇവിടെ ഇരിക്ക്, നമുക്ക് പോവാ. അന്നെ കൊണ്ടയില്ലേ അയ്യപ്പ് കിടക്കണ പോലെ ബാക്കിലെ ബസ്സിലാണ് പോണ്. എൻ്റെ വീട്ടുകാരെ നമ്മൾ ബസ് കയറ്റി കൊടുത്തു. ഓല് കറക്റ്റ് ഇവിടെ വന്ന പാടെ തന്നെ ബസ് കിട്ടിയിട്ടോ. എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ? ഞങ്ങൾ പെരിന്തൽമണ്ണെന്ന് കയറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ പെരിന്തൽമണ്ണെന്ന് കയറുന്നതും ചെറുപ്പശ്ശേരിയിൽ നിന്ന് കയറുന്നതൊക്കെ ഒന്നാണ്. കാരണം ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് ബസ് സ്റ്റോപ്പിലോട്ട് പോയാൽ പിന്നെ അവിടുന്ന് ബസ് കയറിയാൽ മതി. നമ്മൾ ഇതിനായിട്ട് അങ്ങോട്ടായി കൊടുക്കണമെന്നില്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു 2 ദിവസം കൂടി നിന്നിട്ട് പോവാന്നൊക്കെ പറഞ്ഞ്. അതെന്താ അർജന്റായിട്ട് പോണേ? അപ്പൊ നോമ്പായില്ലേ? അപ്പോൾ അവിടെയും നോമ്പും കാര്യങ്ങളും അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവും. വൃത്തിയാക്കൽ കഴിഞ്ഞില്ലേ? അതിന്റെ ഒരുക്കങ്ങൾ എന്തായാലും ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ഉമ്മ ഏകദേശം എത്ര ദിവസമായി പോയിട്ട്? 3 ദിവസമായില്ലേ? ഉമ്മ ഇന്നൊക്കെ 3 ദിവസമായി ഹോസ്പിറ്റലിലാണ്. വലിയപ്പാന്റെ കൂടെ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി നോക്കിയായിരുന്നു. കാട്ടണേ. ഇന്ന് നമുക്ക് അലേഹനെ ഒന്ന് ചൊറുക്കാക്കണം ഗൈസ്. അലേഹന്റെ മുടിയൊക്കെ വെട്ടി വേണോ? ഇപ്പൊ ഒരു പിരാന്തത്തിന്റെ മാതിരിയുള്ളത്. അതിനെ നമുക്കൊന്ന് മഞ്ചക്കോലാക്കണം അല്ലേ? നല്ല വൃത്തിക്ക് മുടിയൊക്കെ വെട്ടി ഇങ്ങനെ മാമാട്ടിക്കുട്ടിയാക്കി വെക്കണം അല്ലേ? വെട്ടി പിന്നെ ഇന്ന് വൈകുന്നേരത്തെ നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് ജിൽഷാദിന്റെ കുട്ടിയുടെ. അപ്പോൾ അതിനൊരു ടോയ് വാങ്ങണം. അപ്പോൾ ചെറുപ്പശ്ശേരിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ടോയും കാര്യങ്ങളും ഗിഫ്റ്റും വാങ്ങി അലേഹന്റെ മുടിയും വെട്ടി പോണ ഒരു കൊച്ചു വീഡിയോ ആക്കാം. മുടി വെട്ടാൻ പോയപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല കൈസ്, ഫുള്ള് ബ്ലോക്ക്. അപ്പോൾ ആദ്യം നമുക്ക് കുട്ടിക്കൊരു ടോയ് വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ കുട്ടിക്കല്ല, ജൽഷാൻ്റെ കുട്ടിക്കല്ലേ. അങ്ങനെ ടോയ് വാങ്ങാൻ നമ്മൾ ചെറുപ്പശ്ശേരി എത്തിയിട്ടുണ്ട്. എന്ത് ടോയ് വാങ്ങാം? കയറി വെക്കാം. എന്തത് തിങ്ങിനുണ്ട് നമുക്ക് നോക്കോ? ഒരവാട്ട് ഇനി പ്രേക്ഷകർക്ക് ഒരു അവ കൊടുത്താ, സബ്സ്ക്രൈബേഴ്സിന് ഒരു അവ കൊടുത്താ, ഒരു ഫ്ലൈങ് കിസ് കൊടുത്താ. ഇത് കാലെത്താനായില്ല. വേണ്ട എവിടുക്കാ നോക്കട്ടെ. ഇത് രസമുണ്ടല്ലോ അല്ലേ? ഡോൾഫിൻ. ടയർ തിരിയണൊക്കെ ഉണ്ട് അല്ലേ? ടാറ്റ പറയ്. അലനെന്താ വേണ്ടേ? അലന് ഗൈസ് ഇന്റെ പെരയിലൊരു JCB ഉണ്ട്. ഞാൻ അതുവരെ ആർക്കും കൊടുത്തില്ല അല്ലേ? അത് അലയൊക്കെ കിട്ടിയാണ്. അലയൊക്കെ JCB വേണ്ട. അലയൊക്കെ ഇങ്ങനത്തെ ഒരു വണ്ടി അലയൊക്കെ നല്ല സന്തോഷമായിരിക്കും കേട്ടോ. പെരയിൽ ഇഷ്ടം പോലെ വണ്ടി ഉണ്ട്. പക്ഷെ ഓളെ പ്രായം എപ്പോഴാണ് അതൊക്കെ ഒന്നും കഴുകി വൃത്തിയാക്കി സെറ്റ് ആക്കണം. അലേഹ എവിടെ? എവിടെ ഡോൾഫിൻ? എവിടെ? ഒന്നും പാടെ വലുതാവണം. 2 വയസ്സാവണം അല്ലേ കണക്ക്? അതിനായില്ല. അതിമ ചവിട്ടല്ലേ, വണ്ടി പോവല്ലോ റബ്ബേ. തുടങ്ങിട്ടോ. ഒരു വണ്ടി അങ്ങനത്തെ വാങ്ങാം നമുക്ക് കേട്ടോ. ഒരവ് കൊടുത്താ ബേബിക്ക് ഒരവ് കൊടുത്താ. ബേബിനെ എങ്ങനെ ഉറക്കുക? ലായില ഉറക്കുക. ലായില ആദ്യം ഒരാൾ പോട്ടെ, 2 ആള് ഓനും കൂടി വലുതായിട്ട് എടുക്കാം. ടാറ്റാ. ഇതൊക്കെ ബേബിനെ സ്കൂട്ടിയിൽ ഇരുത്തിയിട്ട് പോവുക. എന്നാ പോട്ടെ.
ഓണടിക്ക് ഓണടിക്ക് അവൻ ചോട്ടെ അങ്ങനെ ടോയ്സ് ഒക്കെ വാങ്ങി നമ്മൾ നേരെ എത്തിയത് ബ്യൂട്ടി പാർലറിലേക്കാണ്. അലേഹൻ്റെ മുടി ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട്. അലേയാണെന്നുണ്ടെങ്കിലോ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. കുട്ടികളെ മുടി വെട്ടുന്ന ആൾ വരുന്നേ ഉള്ളൂ. എങ്ങനെ വെട്ടണ്ടേ? മാമാട്ടി വെട്ടണോ അതോ എങ്ങനെ വെട്ടണ്ടേ? കെട്ടിക്കൊടുക്കണം. അതിനെ നെറ്റിമൊക്കെ ഇറങ്ങിയതിൻ്റെ വെട്ടിയാൽ പോരെ. മുടി ഉള്ളതാണ് ഈ കുട്ടിക്ക് ഭംഗി കേട്ടോ. ഇപ്പം ചെറിയൊരു കുട്ടിയാണ്. നിങ്ങൾ ഈ വീഡിയോ കുറേ ആൾക്കാർ എന്നും പറയുന്ന കാര്യമാണ്, മൊബൈലിൽ കാണുന്ന വലിപ്പമല്ലല്ലോ കുട്ടി നേരിട്ട്. മൊബൈലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂം ചെയ്തെടുക്കുക, ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വലുതാവും കുട്ടി. ഇതാണ്ടോ അത്ര വലിയ കുട്ടിയല്ലേ ഈ ചെറുത്. എന്താ ഒക്കെ സംസാരിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് പറയാം, എന്താ നിങ്ങൾക്ക് ജാടയാണില്ലേ അല്ലെ അഹങ്കാരമാണില്ലേ, നിങ്ങൾ മിണ്ടൂലല്ലേ എന്ന്. അപ്പം നിങ്ങളൊന്ന് ഇതാക്കുക കേസ്. എന്നാലും നമ്മൾ ചിരിച്ചാൽ നിൽക്കണം, മറുപടി ഒന്നും പറയണില്ല. എന്തുകൊണ്ടറിയോ, നമ്മളെടുത്ത് വന്നിട്ട് നമ്മോട് ഇങ്ങോട്ട് പറയാം എന്താ എൻ്റെ കോലം ഇങ്ങനെ അല്ലെ എന്താ കുട്ടി ഇങ്ങനെ. നമ്മളെ കുറിച്ച് ഒരാൾ അങ്ങനെയോട് പറയുമ്പോൾ പിന്നെ നമുക്ക് ഓരോട് മിണ്ടാതെ തോന്നുന്നു. എന്നിട്ട് നമ്മൾ മറുപടി ഒന്നും പറയാതെ ചിരിച്ച് കേട്ട് നിൽക്കുക. അതാണ്, അല്ലാതെ അഹങ്കാരം തോന്നുന്നില്ല. ഈ മഴ 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 അലേഹ മാമാട്ടി കുട്ടിയായി. ഹെൽമെറ്റ് ഇട്ട മരിയല്ലേ അതൊക്കട്ടെ. അലേഹ കുട്ടിക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ട് നടക്കണം. ഉമ്മാൻ്റെ അതേ പഠിപ്പ് കിട്ടിക്കണം കുട്ടിക്ക്. ഇങ്ങോട്ട് വാ, ഇതൊക്കെ രസമായില്ലേ അലേഹ ചൊറുക്കായില്ലേ, വരുമ്പോ പിച്ചക്കാരി. ഇങ്ങോട്ട് നോക്കാം അലേഹ തോക്ക്. അത് മിഷീൻ വെച്ചാൽ മതി. ഒരു മോഡലാക്കിക്കൂടി. 4 മാസമായ കുട്ടിക്ക് മോഡലാണെന്ന് അറിയിപ്പോൾ ആൾക്കാർ. നമ്മളിഷ്ടമല്ല നമ്മുടെ കുട്ടീനെ എങ്ങനെ വെട്ടണം എന്നുള്ളത്. ഇങ്ങോട്ട് വാ എങ്ങനെയുണ്ട്? യാ അല്ലയോ അല്ലയോ ഇതിനെ കണ്ടിട്ട് മണ്ട. ഐബ് സുന്ദരനായാലോ. ഇവന്റെ മുടി നമ്മള് ഡ്രം ചെയ്ത് മൊട്ടക്കുട്ടി തൊപ്പിക്കാരായി എപ്പ കല്യാണം അല്ലേ. അലേഹ എവിടെ? മാമാട്ടി സുന്ദരി എവിടെ? മാമാട്ടി സുന്ദരി വെട്ടാൻ അയച്ചിട്ടില്ല. കസാലയൊക്കെ വീർത്ത് വലിച്ചെറിഞ്ഞ് അങ്ങനെ 2 മക്കളെ മുടിയൊക്കെ വെട്ടി സുന്ദരന്മാരാക്കി. ഐബുവിനെ സുന്ദരനാക്കി, അലേഹനെ സുന്ദരിയാക്കി, ടോയ് വാങ്ങി, സിനുവിന്റെ വീട്ടുകാരെ ബസ് കയറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഈ നേരം കൊണ്ട് നടന്നു. ഇനി വീട്ടിൽ പോയിട്ട് പർപ്പിളുടെ വീഡിയോ കൊടുക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എന്തിനു പോവാൻ? ജിൽഷായിൻ്റെ പരിപാടിക്ക് പോവാൻ അല്ലേ. നല്ല അടിപൊളി ആംബിയൻസുള്ള സ്ഥലമാണ്. നമ്മുടെ പ്രോഗ്രാം അവിടെ തന്നെ നടന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നേരെ വീട്ടിലോട്ടാണ് പോവാ. അലേഹ ഇനി എന്ത് വാങ്ങാണ്ടോ? മക്കളെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ വാങ്ങി, മുടിയൊക്കെ വെട്ടി, ഉച്ചക്കുള്ള ചോറും വാങ്ങിയിട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത്. കാരണം ഇനി വന്നിട്ട് വെക്കാനുള്ള സമയമില്ല. എനിക്ക് ചപ്പാത്തിയും ഒരു ഷവായിൻ്റെ പീസും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിരുന്ന് കഴിക്കണം. സിനുവിന് ചോറും മീനും വാങ്ങിയിട്ടുണ്ട്. അതിന് തന്നെ നമുക്ക് അലേക്കും കൊടുക്കും. ഇനി വേറൊരു സംഭവം കാണിച്ചില്ല. ഇന്നലെ രാത്രി ഒരു ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷം കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കളി മാത്രമല്ല, നമ്മുടെ വേങ്ങര സഭാ സ്ക്വയറിൽ ഒരുപാട് പ്രേക്ഷകരെ സബ്സ്ക്രൈബേഴ്സിന് ഇന്നലെ കണ്ടു, ഫോട്ടോ എടുത്തു. ഭയങ്കര സന്തോഷം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി. അത്രയും ക്രൗഡ്, ഒരു 22,000-2500 മുകളിൽ ആളുകൾ നമ്മുടെ കളി കാണാനുണ്ടായിരുന്നു. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മാച്ചായിരുന്നു. എന്തായാലും സഭാൻ സ്ക്വയറിൽ ഭയങ്കര ഒരു സ്വീകരണമായിരുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നുണ്ട്. വേങ്ങരക്കാരോട് നമ്മൾ പ്രത്യേക നന്ദി പറയുന്നുണ്ട്. ഇത്രയും ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ചാനൽ ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫുട്ബോൾ മാച്ചാണ്. അപ്പോൾ ഇത് നടക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേങ്ങര സഭാ സ്ക്വയർ സ്റ്റേഡിയത്തിലാണ്. അത്യാവശ്യം ആളുകൾ, ഇത്രയും ആളുകൾ നമ്മളവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നേരിട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ കാണുമെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. ഒരുപാട് ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു. നല്ലൊരു സ്വീകരണം തന്നെ അവർ തന്നു. നല്ല വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. മത്സരത്തിൽ എന്തായാലും ഞങ്ങൾ ജയിച്ചു. ഒരുപാട് സന്തോഷം. ഞാനും മനുഷ്യക്കും ഷിയാസും
മണവാളനൊക്കെ ഒരുമിക്കുന്ന ടീമാണ് നമ്മൾ ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഗോളിനാണ് നമ്മൾ ജയിച്ചത്. അപ്പോൾ എന്തായാലും വേങ്ങരയിലെ സപ്പോർട്ടിന് നമ്മൾ ഒരുപാട് നന്ദി പറയുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.